ബിഗ് ബോസിന്റെ ഈ സീസണിൽ വന്നിട്ടുള്ള ജാസ്മിൻ ജാഫറിനെ ഇനി മലയാളികൾക്ക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. കഴിഞ്ഞ ദിവസം ഞാനാണെന്നുണ്ടെങ്കിൽ ഈ സോഷ്യൽ മീഡിയ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ജാസ്മിന്റെ പ്രൊഫൈൽ കണ്ടു. ആ പ്രൊഫൈലിനകത്ത് ജാസ്മിൻ ഇപ്പോൾ ഒരു ട്രിപ്പിന് പോയിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തേക്കുന്നുണ്ട്. ഈ വീഡിയോയുടെ കമന്റ് ബോക്സ് നോക്കിയപ്പോൾ പഴയ ബിഗ് ബോസിന്റെ ഫാൻസ് അസോസിയേഷൻ വന്നിട്ട് ഇപ്പോഴും അതിന്റെ അടിയിൽ തല്ലി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ബിഗ് ബോസും കഴിഞ്ഞു, 5-6 മാസവും കഴിഞ്ഞു. അതിനകത്തുള്ള മത്സരാർത്ഥികൾ മുഴുവൻ അവർ പല പരിപാടിയിലും പങ്കെടുക്കുന്നു, ഓരോരുത്തരുടെ കല്യാണത്തിലും പങ്കെടുക്കുന്നു, അവർ ചേർന്ന് നിന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നു. പക്ഷെ എപ്പോഴും ഫാൻസ് മറ്റേ പ്രേതത്തിന്റെ കളി ഇതുവരെ വിട്ടിട്ടില്ല എന്നുള്ളതാണ്. ജാസ്മിന്റെ പ്രൊഫൈലിൽ വന്നിട്ട് ഭയങ്കര ബഹളമാണ്. ഭയങ്കര ബഹളം എന്ന് വെച്ചാൽ ജാസ്മിന്റെ വീട്ടുകാരെ പറയാ, ജാസ്മിൻ കുളിക്കാത്തവളാണെന്ന് പറയാം, വൃത്തിയില്ലാത്തവളാണെന്ന് പറയാം. ആ പഴയ ഷോയുടെ കാര്യം തന്നെയാണ് ഇപ്പോഴും ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഗബ്രി ഉണ്ട് ജാസ്മിന്റെ കൂടെ. അവര് രണ്ടുപേരെയും കൂടെ ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ ടാർഗറ്റ് ചെയ്ത് ആക്ഷേപിക്കുന്നുണ്ട്. ഇനി ആ ഒരു കാര്യം പറയാം, നിങ്ങൾ ഇനി ശ്രദ്ധിച്ച് നോക്കുക. ആരാണ് സത്യത്തിൽ ഈ ബിഗ് ബോസിലെ വിജയ്? ബിഗ് ബോസിലെ വിജയാണ്. ഈ ബിഗ് ബോസ് ആരാണ് കൊണ്ടുപോയത്? ഈ ബിഗ് ബോസിലെ വിജയം എന്ന് പറയുമ്പോൾ ബിഗ് ബോസുകാർ പ്രൈസ് കൊടുത്തത് ജിൻഡോയ്ക്കാണ്. ഇപ്പം ജിൻഡോനെ കാണാൻ എവിടെയെങ്കിലുണ്ടോ? ജിൻഡോ എവിടെ? ജിൻഡോ ഒക്കെ ഫെയിമൊക്കെ പോയി. ജിൻഡോ ഇപ്പം ബിഗ് ബോസ് വിന്നർ എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. എവിടെയെങ്കിലും ജിൻഡോനെ കാണുന്നതായിട്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഈ അടുത്ത സമയത്ത് ഈ ഇവരുടെയൊക്കെ കല്യാണത്തിന്, സിജോടെയൊക്കെ നിശ്ചയത്തിന് ഇവരെല്ലാവരും വന്ന് ഗ്രൂപ്പ് ഫോട്ടോ എടുത്തിട്ടുണ്ട്. ആ ഗ്രൂപ്പ് ഫോട്ടോയിൽ കണ്ടപ്പോഴാണ് പലരെയും നമ്മൾ ഓർക്കുന്നത് തന്നെ. അതിനകത്ത് കുറേ ആൾക്കാരുണ്ട്. നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ ഇപ്പം സിജോയുടെ എൻഗേജ്മെൻറ്റിന് വന്നതിനകത്ത് കുറേ ആൾക്കാരുണ്ട്. ഇതിനകത്ത് നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. സീക്രട്ടിൻ്റെ കാര്യമൊക്കെ ഭയങ്കര ദുരിതത്തിലാണ്. പുള്ളിക്കാരൻ ഇവിടുന്ന് പോയപ്പോൾ എന്തോ വലിയ സംഭവമൊക്കെ ആയിട്ടാണ് കയറിപ്പോയത്. അകത്ത് എന്നിട്ട് കണ്ണാപ്പി എന്നുള്ള ഒരു പേരും കിട്ടിയിട്ടാണ് തിരിച്ചത്. എനിക്കൊക്കെ ഭയങ്കര പ്രതീക്ഷയായിരുന്നു സീക്രട്ടിൻ്റെ. പുള്ളി അകത്ത് പോയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും. പക്ഷെ അകത്ത് പോയിട്ട് പുള്ളി ഇല്ലാതായി പോയിട്ട് തിരിച്ചിറങ്ങി വന്നിട്ട് നാട്ടുകാർ മുഴുവൻ കമൻറ്റ് ബോക്സിൽ കണ്ണാപ്പി വിളിയൊക്കെയായിരുന്നു. പിന്നെ കണ്ണാപ്പിന്ന് വിളിക്കുന്നതിനകത്ത് ഒരു കാര്യമുണ്ട്, പുള്ളിക്കാരൻ ഒന്നും ചെയ്തില്ല. കാര്യം കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്. അങ്ങനെ ഇമേജ് പോയിട്ട് തിരിച്ചു വന്നിട്ടുള്ളതാണ് സീക്രട്ടിൻ്റെ. പിന്നെ അഭിഷേകിനെ നമ്മളിപ്പം ഇടയ്ക്ക് അറിയുന്നുണ്ട്. അഭിഷേക് ഈ അടുത്ത സമയത്ത് റിയാസുമായിട്ടൊരു വിഷയം ഉണ്ടായിരുന്നു, അങ്ങനെ നമ്മൾ അറിയുന്നുണ്ട്. പിന്നെ ശ്രീലേഖ ആക്ട്രസ്, അവരതിനകത്ത് ഷോയിൽ വന്നിട്ട് ആ കൂടി ചെയ്തതും 2 പെർഫോമൻസ് ചെയ്തായിരുന്നു. അങ്ങനെ നമ്മളിപ്പോഴും ഓർക്കുന്നുണ്ട്. പിന്നെ നന്ദനയല്ലേ ഒരു ഡാൻസ് ഒക്കെ കളിക്കുന്നത്, ഇതുപോലെ ഇടയ്ക്ക് ഡാൻസ് കളിക്കുന്നതാണ്. എന്തിനാണ് ബിഗ് ബോസ് വന്നതെന്ന് പോലും അറിയത്തില്ല, വെറുതെ വന്നു പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. പിന്നെ ഈ അർജുൻ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ മോഡലായിട്ടുള്ള അർജുനും ശ്രീതു അല്ലേ, ഈ തമിഴ് ഒരു ശ്രീതു ഉണ്ടല്ലോ, ഇവർ രണ്ടുപേരും കൂടെ ഇവരെയൊക്കെ എങ്ങനെയാണ് ആ ഷോയിൽ നിന്നേന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. 2ാം സ്ഥാനത്ത് വന്ന അർജുനാണ്. എന്ത് കാണിച്ചിട്ടാണ് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. വെറുതെ അതിനകത്ത് ഒന്ന് പോസ്റ്റ് പോലെ നിൽക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, പിന്നെ അവിടെ ഇരുന്ന് മാറി സംസാരിക്കുക, ഈ പ്രേക്ഷകർ തന്നെ ഒരു കോംബോ ഉണ്ടാക്കുക, ആ കോംബോ ഹിറ്റാണെന്നൊക്കെ പറയുക. അവിടെ വെറുതെ നിന്നിട്ട് സെക്കൻഡ് വന്ന ഒരാളാണ് അർജുൻ. ഒരു കാര്യം ചെയ്യാതെ, ഒരു ചുണ്ണാമ്പും ചെയ്യാതെ 2ാമത് വന്ന ഒരാളാണ്. ഇതിനകത്ത് ഫസ്റ്റ് വന്ന ജിൻഡോ അകത്ത് കിടന്ന് കുറേ കള്ളവും പറഞ്ഞിട്ട് ആദ്യമൊക്കെ നമുക്കൊരു സ്നേഹമൊക്കെ തോന്നുമായിരുന്നു. പിന്നെ പറയുന്ന മുഴുവൻ കള്ളം. ജാസ്മിനൊക്കെ ഉള്ള ഈ സീസൺ ഉണ്ടല്ലോ, ഈ സീസണൊക്കെ വലിയ പരാജയമായിരുന്നു സത്യത്തിൽ. ഈ സമയത്ത് തന്നെ മാരാറിൻ്റെ ഇൻ്റർവ്യൂ ആയിരുന്നു, മാരാറിൻ്റെ ലൈവ് ആയിരുന്നു ഈ ബിഗ് ബോസിനേക്കാൾ കൂടുതൽ ചർച്ചയായിക്കൊണ്ടിരുന്നത്. അപ്പം ഒരു ഫ്ലോപ്പ് ആയിട്ടുള്ള സീസണായിരുന്നു. ആകെ കൂടി ഈ സീസണെ നിലനിർത്തിയത് ഈ ജാസ്മിനും ഗബ്രിയും മാത്രമാണ്. ഇവർക്കെതിരെ ഭയങ്കര ഹേറ്റ് ക്യാമ്പയിനൊക്കെ ആയിരുന്നു. ആലോചിച്ച് നോക്കി, ഇവരുടെ പേര് വെച്ചിട്ടാണ് ഈ സീസൺ തന്നെ ഈ ചാനലുകാർ വിറ്റത്. സിജോ എന്ന് പറയുന്ന നേരത്തെ എനിക്ക് ആദ്യം പോയപ്പോൾ പുള്ളിക്കാരൻ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, യൂട്യൂബിൽ സംസാരിക്കുന്നതൊക്കെ കണ്ടുകൊണ്ട്. പുള്ളിക്കാരനകത്ത് പോയി ഒരു ഇടിയൊക്കെ കിട്ടി, പല്ലൊക്കെ പോയി വരെ ഓക്കെ. പോയിട്ട് തിരിച്ചു വന്നിട്ട് അല്ലെ ഹരീഷ് കണാരൻ തള്ളുന്ന പോലെ, ജാലിയൻ കണാരൻ തള്ളുന്ന പോലെ അങ്ങ് തള്ളലായിരുന്നു പുള്ളി. ഭയങ്കര തള്ളൽ. എനിക്ക് സിജോനെ അറിയത്തില്ല, ഞാൻ അതാണ് ഇതാണ്, തീയാണ് തീപ്പന്തമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബഹളമായിരുന്നു. അങ്ങനെ മൊത്തം ഒരു ബിലോ ആവറേജ് മത്സരാർത്ഥികളെ കൊണ്ടുവന്ന് വെച്ചിട്ടാണ് ഈ പ്രാവശ്യം സീസൺ കൊണ്ടുപോയത്. ജാസ്മിനുമായി ബന്ധപ്പെട്ട് പല അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ എനിക്കും ഉണ്ട്. അപ്പോൾ അതിന് പുറത്ത് ഒരു കല്യാണമൊക്കെ ഉറപ്പിച്ചിട്ട് വന്നു, അതിനകത്ത് വന്നിട്ട് വേറൊരു സ്റ്റാൻഡ് എടുക്കുന്നു, വേറൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്നു. അതൊക്കെ ഡബിൾ സ്റ്റാൻഡ് എന്നുള്ള രീതിയിലൊക്കെ ഉണ്ട്. പക്ഷേ ഈ സീസൺ കൊണ്ടുപോയതും ഈ സീസൺ ഇപ്പോഴും അറിയപ്പെടുന്നതും ഈ ജാസ്മിൻ എന്ന് പറയുന്ന മത്സരാർത്ഥിയുടെ പേരിലാണ്. ഇതിന് മുമ്പത്തെ സീസൺ മാരാറിൻ്റെ പേരിലാണ്. ശോഭയൊക്കെ ഉണ്ടായിരുന്നു. ശോഭയൊക്കെ ഇപ്പോൾ എവിടെ പോലും അറിയത്തില്ല, മഷിയിട്ടിട്ട് പോലും കാണാൻ പറ്റാത്ത ഒരവസ്ഥ. മാരാർ ഇപ്പോഴും തട്ട് താഴ്ന്നു തന്നെ ഇരിക്കുന്നുണ്ട്. പല സമയത്തും മാരാറിന് ഇൻ്റർവ്യൂസ് വരാറുണ്ട്. ഈ അടുത്ത സമയത്ത് ജനകീയ കോടതി വന്ന് അന്നും വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നുണ്ട്, മുഖ്യമന്ത്രിക്കെതിരെ സംസാരിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിനു മുമ്പുള്ള റോബിൻ, നമ്മൾ എന്ത് പറഞ്ഞാലും റോബിനെ ഇപ്പോഴും ആൾക്കാർ ബിഗ് ബോസ് എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ആൾക്കാരുടെ മനസ്സിൽ വരുന്ന ഒരാൾ റോബിനാണ്. എന്ത് റോബിൻ കാണിച്ചു എന്നുള്ളതല്ല. ഇവരൊക്കെ ബിഗ് ബോസിന്റെ മെറ്റീരിയൽ ആയിരുന്നു. ഇപ്പോൾ ജാസ്മിൻ ആയാലും അല്ലെന്നുണ്ടെങ്കിൽ അഖിൽമാരാറായാലും റോബിനായാലും സാബു ആയാലും ഇവരൊക്കെ ബിഗ് ബോസിന്റെ മെറ്റീരിയൽ ആയിരുന്നു എന്നുള്ളതാണ് സത്യം. ബാക്കിയൊക്കെ ഈ പ്രാവശ്യം വന്ന സിജോ ചുമ്മാ ബെടായി അടിക്കുക, അതുപോലെ സീക്രട്ട് വെളിയിൽ വലിയ ഡയലോഗ് അടിച്ച് അകത്ത് വന്ന് പൂച്ചയെ പോലെ ഇരിക്കുക. ഈ നന്ദന വെളിയിൽ ഡാൻസ് കളിച്ചിട്ട് അകത്ത് വന്നിട്ട് വെറുതെ എന്തൊക്കെയോ പറഞ്ഞു കേട്ടു.
ഒരു കാര്യമില്ലാതിരിക്കുന്നുണ്ട്. പിന്നെ കുറേ ആക്ട്രസ് ഉണ്ടായിരുന്നു സീരിയല്, ഒരു കാര്യമില്ല. പിന്നെ ദൃശ്യത്തിൽ അഭിനയിച്ച ആ പെൺകുട്ടി ഉണ്ടല്ലോ, അവർ കുഴപ്പമില്ലായിരുന്നു. പിന്നെ ആ മുടിയൻ പുള്ളി ഇവിടെ വന്ന് കരച്ചിലോടെ ബഹളമായിരുന്നു. മൂന്നാമതോ നാലാമതോ കണ്ട് അഞ്ചാമതോ കണ്ട് ഒരു ടോപ്പ് 5 മുടിയനുണ്ടായിരുന്നുള്ളത്. എന്തിനാണെന്ന് ഒരു കാര്യം എനിക്കറിയത്തില്ല. ഈ പ്രാവശ്യത്തെ ഫ്ലോപ്പ് സീസണുകൾക്കിടയിലും ഈ സീസൺ കൊണ്ടുപോയത് ജാസ്മിനാണ്. ജാസ്മിൻ എന്നുള്ള പേര് മാത്രമാണ്, അത് ഗബ്രി ജാസ്മിൻ കോമ്പോയുടെ പേര് തന്നെയാണ് ഈ പ്രാവശ്യം സീസൺ വിറ്റഴിച്ചത്. സത്യം പറഞ്ഞാൽ ജാസ്മിൻ ഒരു സക്സസ് തന്നെയാണ്, ഒരു സക്സസ് ആണ്. ഈ കൂടിറങ്ങിയ പല ആൾക്കാരും ഈ പുകയായി പോയപ്പം, അതായത് ആവിയായി പോയപ്പം, ടോപ്പ് 5 വന്ന് എത്ര പേരെ അറിയാം. ഒരു തമിഴ് പറയുന്ന പെൺകുട്ടി ഉണ്ടായിരുന്നു, അർജുനെ അന്ന് കാണാൻ പോലും ഇല്ലാത്തൊരവസ്ഥ. അങ്ങനെ പലരും പോയി, ഔട്ടായി പോയി. ആ സമയത്ത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ജാസ്മിൻ. ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടും, ഇത്രയും വലിയ സൈബർ അറ്റാക്ക് ഉണ്ടായിട്ടും, എന്തൊക്കെയാണ് മോഹൻലാലൊക്കെ എന്തൊക്കെയാണ് ജാസ്മിൻ അതിനകത്തിട്ട് പറഞ്ഞത് നമുക്ക് അറിയാം. എന്നിട്ട് പോലും ആ 99 ദിവസം നിന്നില്ല അതിനകത്ത്. 99 ദിവസം നിന്നിട്ട് ഇറങ്ങി വന്നിട്ട് ഒരു പെൺകുട്ടിയാണ് ജാസ്മിൻ. ഇപ്പോഴും ഭയങ്കര ബോൾഡായിട്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ് ജാസ്മിൻ. ആ ജാസ്മിൻ്റെ കമന്റ് ബോക്സിൽ പോയിട്ട് ബഹളം വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ദിവസം കഴിഞ്ഞു, കപ്പും കഴിഞ്ഞു. ഇപ്പോഴും ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞത് ഈ ആൾക്കാർ പോയിട്ട് ഈ കമന്റ് ബോക്സിൽ പോയി തെറി വിളിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിരുന്നില്ല. ആദ്യമായിട്ട് പേജ് കാണുന്ന ഫോളോ